മൈൻഡ് റീഡിംഗും മെന്റലിസവും ഒക്കെ ഉൾക്കൊള്ളിച്ച് നിർമ്മിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമ ലഹരിക്കെതിരെയുള്ള പോരാട്ടമായാലോ? അത്തരമൊരു കഥയാണ് ടി.എസ്. സാബു സംവിധാനം ചെയ്ത ഡോക്ടർ ബെനറ്റിലുള്ളത്. എനിക്കെന്തോ മുമ്പെങ്ങൊന്നുമില്ലാത്തൊരു ടെൻഷൻ. മിസ്റ്റർ പ്രതാപൻ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവൻ എന്നെ കൊല്ലും ഡോക്ടർ. അന്ന് ആ സംഭവം നടക്കുന്ന ദിവസം നിങ്ങൾ എന്താണ് നേരിട്ട് കണ്ടത്? പണത്തിന് വരെ പരുന്തും പറക്കില്ലെന്നാണ് ഇവരുടെ വിചാരം. ഞങ്ങൾക്കറിയാം സാറാ, ഞങ്ങളെ നോക്കാൻ. 1986 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വാമി ശ്രീനാരായണ ഗുരു എന്ന സിനിമയിൽ ഗുരുവിന്റെ കുഞ്ഞു കാലഘട്ടം അവതരിപ്പിച്ച് ബാലനടനായി സിനിമയിലേക്ക് വന്നതാണ് സാബു. കൊല്ലം ജില്ലയിലെ വിവിധ സംഘടനകളുടെ നാടക പ്രവർത്തനത്തിലൂടെ കടന്നുവന്ന ടി.എസ്. സാബുവിനെ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ് ആദരിച്ചു. ലഹരിക്കെതിരെ സന്ദേശമുയർത്തുന്ന മുഴുനീള സിനിമ സംവിധാനം ചെയ്ത കൊല്ലം രൂപതയിലെ ആദ്യ സംവിധായകനാണ് ടി.എസ്. സാബു എന്ന് ബിഷപ്പ് പറഞ്ഞു. രൂപത പ്രൊക്യുറേറ്റർ ഫാദർ ജോളി എബ്രഹാം, KCBC മദ്യവിരുദ്ധ സമിതി കൊല്ലം രൂപത ഡയറക്ടറും ബെൻസിഗർ ആശുപത്രി ഡയറക്ടറുമായ ഫാദർ ബിനു തുപ്പാശ്ശേരി, ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് ബർസാർ ഫാദർ അരുൺ ആറാടൻ എന്നിവരും അഭിനന്ദന പ്രസംഗങ്ങൾ നടത്തി. മെന്റലിസ്റ്റ് ഷമീർ കഥ എഴുതിയ മധു കലാഭവൻ തിരക്കഥാ സംഭാഷണം നിർവഹിച്ച ഈ സിനിമ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. പുതുതലമുറയുടെ കാഴ്ചയിലൂടെ നന്മയുടെ സന്ദേശം പകരുന്ന ഡോക്ടർ ബെനറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അബ്ബാജി ഫിലിംസും VR മൂവി ഹൗസുമാണ്. ജിൻസ് ജോയ്, ആയിഷ സീനത്ത്, കോട്ടയം നസീർ, ജിനീഷ് ജോയ്, ദിവ്യ നായർ, ജയകൃഷ്ണൻ, ഷാജു ശ്രീധർ, മധു കലാഭവൻ, ബിഗ് ബോസ് താരം ഡോക്ടർ രജിത് കുമാർ, മറിമായം റിയാസ് എന്നിവരും വലിയൊരു പുതുനിരയും ഈ സിനിമയിലുണ്ട്. അവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഏത് നായിന്റെ മോമ നരിതെടുത്ത് പൊട്ടിച്ചേക്ക്. അപ്പോൾ അയാൾ നിങ്ങളെ കൊല്ലുമെന്നോർത്ത് നിങ്ങൾ ഭയന്നിരിക്കുകയാണല്ലേ? നിനക്ക് ടെൻഷൻ ഉണ്ടാവുകയല്ല, അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നെ. പക്ഷെ പ്രതാപൻ മരണം മുന്നിൽ കണ്ട് പ്രെഡിക്റ്റബിളാണ്. അതാണ് നിങ്ങളുടെ പ്രോബ്ലം. മെയ് മാസം 29-ന് SFC ആർട്സ് റിലീസ് ചെയ്യുന്നു. കൊല്ലം സ്വദേശിയായ ടി.എസ്. സാബുവിന്റെ ചുവടുവെപ്പ് വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. കരുതലിന് ഒരു സർപ്രൈസ് കൂടി പങ്കുവയ്ക്കാനുണ്ട്. സ്വന്തം സഹോദരന് വേണ്ടി വാർത്ത വായിച്ച ന്യൂസ് റീഡർ എന്ന തസ്തികയിലേക്ക് ഞാനും കടന്നു വന്നിരിക്കുകയാണ്. എൻ്റെ ഇളയ സഹോദരനാണ് ടി.എസ്. സാബു. ബെറ്റ്സി എഡിസൺ, കരുതൽ ന്യൂസ്, കൊല്ലം.